നമ്മുടെ ഈജിപ്തിലെ ക്രിസ്ത്യാനികളെ, അവിടെ കോപ്റ്റിക് ക്രിസ്ത്യൻസിനെയൊക്കെ ആക്രമിക്കുന്നതും അവരുടെ വീടുകളൊക്കെ തീയിട്ട വിഷയവും അസർബൈജാനിലെ വിഷയവും ഒക്കെ നമ്മൾ കാണുന്നതാണ്. പാകിസ്ഥാനിലെ വിഷയങ്ങളെല്ലാം കാണുന്നതാണ്. പക്ഷെ ഇവിടെയൊന്നും ആർക്കും വിഷമമില്ല, ഒരു പോസ്റ്റും ഇല്ല. അതെല്ലാം നമ്മളിപ്പോ ഇവിടെ സൂചിപ്പിച്ചതാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ്, ഈ ഗാസയിലെ ഈ ആക്രമണം നടക്കുന്ന സമയത്ത് തന്നെ ഈ പാലസ്തീൻ എന്ന് പറയുന്നത് ഗാസ മാത്രമല്ലല്ലോ, അപ്പുറത്ത് വെസ്റ്റ് ബാങ്ക് ഉണ്ട്. വെസ്റ്റ് ബാങ്ക്. ഈ വെസ്റ്റ് ബാങ്ക് എന്ന അതേസമയം സമാധാനപരമായിട്ട് ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ് ഉയർത്തിപ്പിടിക്കുന്നവർ എന്തുകൊണ്ടാണ് ഈ വെസ്റ്റ് ബാങ്ക് കാണാത്തെ? ഈ വെസ്റ്റ് ബാങ്ക് അതേസമയം സമാധാനത്തോടെ മുന്നോട്ട് പോകുന്ന സമയത്താണ് ഈ ഗാസയിലെ ഈ വിഷയങ്ങളെല്ലാം തന്നെ കൊടിയേറുന്നത്. അത് ഈ ഗാസയിൽ എങ്ങനെയാണ് ഹമാസ് തന്നെ മുന്നിട്ട് തന്നെയാണ് ഈ വിഷയങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിയിരിക്കുന്നത്. പിന്നെ അത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്നിപ്പം ഈ മാധ്യമങ്ങളുടെ, ദീപികയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ മാധ്യമങ്ങളുടെ കാര്യം സൂചിപ്പിക്കുകയാണ്. ഇപ്പൊ മനോരമയില് ഇന്നൊരു പടം കണ്ടായിരുന്നു. ഇന്ന് പത്രത്തിലൊരു പടം ഇങ്ങനെയാണ്, അതായത് ഇങ്ങനെ റോക്കറ്റയിൽ നമ്മുടെ US അംബാസിഡർ ഇങ്ങനെ എഴുതുന്നതായിട്ടാണ്, അതായത് അവരെ കൊല്ലുക എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നതായിട്ട് കാണിക്കുവാണ്. അപ്പൊ അതിനകത്ത് ആ ഒരു വാർത്ത അവർ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, പാലസ്തീനിലേക്ക് വിക്ഷേപിക്കാനുള്ള റോക്കറ്റ് എന്ന രീതിയിലേക്കാണ്. അതായത് ഇസ്രായേൽ ഹമാസിനെതിരെയാണ് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് പറയുകയും അതേസമയം പത്രം എഴുതി വെക്കുവാണ് പാലസ്തീനിലേക്ക് റോക്കറ്റ് വിക്ഷേപിക്കാൻ എന്ന രീതിയിലേക്ക് ഉള്ള വ്യാഖ്യാനത്തിലൂടെ തന്നെയാണ് മാധ്യമങ്ങൾ, നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ തന്നെ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഗാസയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഈജിപ്റ്റ് ഇന്നൊരു ഇസ്ലാമിക ഒരു എന്താ പറയുക ആശയത്തോട് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമായിട്ട് കൂടി എന്തുകൊണ്ടാണ് ഈജിപ്റ്റ് ഈ ഗാസയിലെ അഭയാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഗാസയിൽ നിന്ന് വരുന്നവർക്ക് തുറന്നു കൊടുക്കാതെ, അവർ വാതിൽ തുറന്നു കൊടുക്കാത്ത എന്തുകൊണ്ടാണ്? അവർ അതിർത്തി എന്തുകൊണ്ടാണ് ഈജിപ്റ്റ് തുറന്നു കൊടുക്കാത്തത്? ഈജിപ്റ്റ് അവർ അതിർത്തി തുറന്നു കൊടുക്കാതെ ഗാസയിലുള്ള ആൾക്കാരെയൊക്കെ കൊന്നൊടുക്കാനുള്ള സമീപനം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അവരങ്ങനെ അവിടെ തന്നെ കിടന്ന് മരിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് സമീപനം എടുക്കുകയും, എന്നാൽ ഇതേ സമയം ബാക്കിയുള്ള ഗൾഫ് രാജ്യങ്ങളൊന്നും തന്നെ അവരെ സ്വീകരിക്കുകയും ചെയ്യുന്നില്ല. ഇതൊന്നും തന്നെ പൊതുമാധ്യത്തിലേക്കൊന്നും തന്നെ എത്തുന്നുമില്ല. അതേസമയം ക്രിസ്ത്യൻ രാജ്യങ്ങളാകട്ടെ എല്ലാ അഭയാർത്ഥികളെയും എല്ലാം നമ്മൾ ഇരു കൈയും കേട്ടി സ്വീകരിച്ചു. പക്ഷെ ഇതേ സമയം എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടും ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കാൻ, നിങ്ങൾ ഇങ്ങ് പോരുമെന്ന് അവരാരും പറയാത്തതെന്ന് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി മാത്രമല്ല മറ്റൊരു കാര്യമുണ്ട്, ഈ തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഹമാസ് പോലുള്ള തീവ്രവാദത്തെ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അതും പൊതുമധ്യത്തിൽ തന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന അവസ്ഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് നാളെ തീവ്രവാദത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലൈനപ്പിലേക്കാണ് കൊണ്ടുവരുന്നത്. അതായത് നാളെ തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ കേരളത്തിലും തീവ്രവാദം എന്ന് പറയുന്നത് ലഘൂകരിച്ചുകൊണ്ടും, നാളെ തീവ്രവാദികൾ ഉണ്ടായാലും കുഴപ്പമില്ല എന്ന രീതിയിലേക്കും തീവ്രവാദ പ്രവർത്തനങ്ങളെ ലഘൂകരിച്ചുകൊണ്ട് നാളെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമീപനമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മാത്രമല്ല മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒക്ടോബർ 7 ഈ വിഷയം നടക്കുന്ന സമയത്ത് അന്ന് ഈ ഗാസയിൽ നിന്ന് ഇതുപോലെ നമ്മുടെ പാരച്ചൂട്ട് വഴിയും മറ്റുമൊക്കെ ആയിട്ടുള്ള ആൾക്കാർ വന്ന് കടന്നു കയറുന്നു. അന്ന് കടന്നു കയറി ഏകദേശം 1000-ലധികം കുഞ്ഞുങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള ആളുകളെയൊക്കെ പെട്ടെന്നാണ് അവിടെ കൊന്നു തള്ളി അതോടൊപ്പം തന്നെ അവരെ പീഡിപ്പിക്കുന്നു, വലിച്ചടിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെയുള്ള ദൃശ്യങ്ങൾ അവരെ ഒരു ഭീകരം സൃഷ്ടിക്കാനായിട്ട് മാധ്യമങ്ങളിലേക്ക് ഇടുന്നു. മാത്രമല്ല 200-ലധികം ആൾക്കാർ അവർ തട്ടിക്കൊണ്ടുപോയി അവിടെ അഭയാർത്ഥികളായിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്, ബന്ദികളായിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥയിലാണ് ശരിക്കും പറയാം ഇസ്രായേൽ പറയുന്നത് ഞങ്ങളുടെ യുദ്ധം ഹമാസിനെതിരെയാണ്, ഞങ്ങളുടെ അഭയാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ടത്, പൊതുമധ്യത്തിൽ ആരും തന്നെ ഈ ഹമാസിനോട് ആ ബന്ദികളായിട്ട് നിൽക്കുന്ന ആൾക്കാരെ, ബന്ദികളായിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരെ അവിടെ തുറന്നു വിടണമെന്നോ അല്ലെങ്കിൽ ഇസ്രായേലിന് കൊടുക്കണമെന്നോ പറയുന്നില്ല. ഈ ബന്ദികളായിട്ട് നിൽക്കുന്ന ആൾക്കാരെ കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ തന്നെ ഇതിനകത്ത് പകുതി പ്രശ്നം അവിടെ സോൾവ് ആയി. ഒപ്പം തന്നെ മറ്റൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഹമാസ് ചില ബന്ദികളെ വിട്ടയച്ചതിന് ശേഷം ആ ബന്ദികൾ നടത്തിയ ചില വെളിപ്പെടുത്തലുകളുണ്ട്, ഒരു മനുഷ്യ മനസാക്ഷി മരവിച്ചു പോകുന്ന തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ. അതിൽ തന്നെ സ്ത്രീകൾക്ക് നേരിടേണ്ടി വന്നത് വളരെ ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ, ഒപ്പം തന്നെ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ള ഒരു പീഡനങ്ങൾ. അപ്പോൾ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഈ ബന്ദികൾക്കും ഈ മനുഷ്യാവകാശമുണ്ട്, ആ ബന്ദികളിലേക്ക് ഇവരുടെ കണ്ണുകൾ എത്തുന്നില്ല. അത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മൾ പറഞ്ഞത്. തുടർന്നോളൂ. തീർച്ചയായിട്ടും. കാര്യം ഈ ബന്ദികളെ അവർ തുറന്നു വിടുന്നുമില്ല, ബന്ദികളെ ബന്ദികളാക്കിക്കൊണ്ട് തന്നെ ഇന്നും അവരെ നിലനിർത്തുവാണ്. അങ്ങനെ നിലനിർത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ പോലൊരു രാജ്യത്തെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു, 1 കോടി പോലും ആൾക്കാർ അവിടെ ഇല്ല. കുറച്ച് ലക്ഷക്കണക്കിന്, നമ്മുടെ ഇപ്പം കേരളത്തിലാണെങ്കിൽ തന്നെ 3.5 കോടി ജനങ്ങൾ തന്നെയുണ്ട്. അതിനകത്ത് തന്നെ ഏകദേശം 65 ലക്ഷം ക്രിസ്ത്യാനികളും ഉണ്ട്. അപ്പം അങ്ങനെ ഈ 65 ലക്ഷം ക്രിസ്ത്യാനികൾ കേരളത്തിലുള്ള ആ ഒരു ഇസ്രായേൽ പോലുള്ള പ്രദേശത്ത് ഈ 65 ലക്ഷം പോലും ജൂതർ അവിടെ ഇല്ല. അപ്പൊ ആകെ കുറച്ച് ശതമാനം ജൂതരുള്ള ഒരു സ്ഥലത്ത് അവരുടെ അതിജീവനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജനങ്ങളോട് തന്നെ മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പൊ അവരുടെ ജനങ്ങളെ തന്നെ പിടിച്ചോണ്ട് പോയി ഈ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്ന സമയത്ത് അതിനെ തിരിച്ചു വിടുക അല്ലെങ്കിൽ ഇസ്രായേലിന് തിരികെ കൊടുക്കുക എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനിങ്ങോ ഒന്നും തന്നെ നമ്മളിവിടെ കാണാതെ
ഇതേ സമയം ഹമാസ് വീണ്ടും റോക്കറ്റ് വിക്ഷേപിക്കുന്നു. മറ്റ് ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബാക്കിയുള്ള ഭീകര സംഘടനകളും ഓക്കെ റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് വിക്ഷേപിക്കുന്നു. അത് ഒന്നും തന്നെ തള്ളി പറയാതെ ഇസ്രായേൽ ചെയ്യുന്നത് തെറ്റാണെന്നും ഇസ്രായേൽ അടുത്ത് പിൻവാങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉയരുന്ന ഒരു പൊതുബോധ നിർമ്മിതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഓക്കെ ഇത് ശരിക്കും വ്യാപകമായിട്ട് വളരുന്നത് ഭാവിയിലെ നമ്മുടെ ഈ കേരളത്തിലെ ക്രൈസ്തവർ എന്ന നിലനിൽപ്പിലേക്കും അതൊരു വിരൽ ചൂണ്ടുക തന്നെയാണ്. കാര്യം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഇപ്പം ഈ 80:20 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിൽ സ്കൂളുകൾക്ക് സൃഷ്ടിച്ച വിധി വന്നിട്ട് ഇപ്പം 3 വർഷം തികയുകയാണ്. ഈ 3 വർഷം തികയുന്ന സമയത്ത് ആ വിധിപ്പകർപ്പ് നമ്മളൊന്ന് വായിച്ചു നോക്കണം. ആ വിധിപ്പകർപ്പിനകത്ത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അട്ടർ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് രേഖപ്പെടുത്തിയത്. അട്ടർ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു ഈ 80 അനുവാദം നമ്മുടെ സർക്കാർ സ്വീകരിച്ചതെന്ന് മാത്രമല്ല, അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അൺസപ്പോർട്ടഡ് ബൈ എനി ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു ഭാഗത്ത് അതിനെ ഓക്കെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ അപ്പം ഭരണഘടനയുടെ കടുത്ത ലംഘനം എന്ന് പല ഭാഗങ്ങളിലായിട്ട് സൂചിപ്പിച്ചിരിക്കുന്ന ഒരു വിധിയില് അവിടെയാണ് മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടിയും ഒക്കെ മുന്നോട്ട് വന്നുകൊണ്ട് 100% ന്യൂനപക്ഷ ആനുകൂല്യങ്ങളും മുസ്ലിങ്ങൾക്കാണെന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്താവനയൊക്കെ ഓക്കെ ഇറക്കുകയും സർക്കാർ പോലും അപ്പീൽ പോയിട്ടുണ്ട് ആ അതെ വിധിക്കെതിരെ. അവർ അപ്പീൽ പോകുന്ന ആദ്യം പറഞ്ഞു, മുസ്ലിം ലീഗൊക്കെ ആദ്യം അപ്പീൽ പോകുന്നു പറഞ്ഞു. അവസാനം അവരെല്ലാം കൂടെ നിർബന്ധിച്ച് സർക്കാരിനെ കൊണ്ട് അപ്പീലിന് പോവുകയും ഓക്കെ ചെയ്തിരിക്കുകയാണ്. ഓക്കെ അപ്പൊ ഓക്കെ ഇതെല്ലാം നമ്മുടെ നാട്ടിലും ഇത് നടക്കുന്നുണ്ടെന്നുള്ളൊരു ബോധം ഇന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭൂരിപക്ഷം വരുന്ന പൊതുസമൂഹത്തിനും ക്രൈസ്തവർക്കും ഉണ്ടായിട്ടില്ലെന്നുള്ളതാണ് ഇതിനകത്ത് മറ്റൊരു ഓക്കെ ഭീകരമായിട്ടുള്ള അവസ്ഥ.